ഇന്ന് നമ്മൾ ഹിന്ദിയുടെ പുതിയ ചാപ്റ്ററാണ് എടുക്കാൻ പോണത്. ബസന്ത് മേരാ ഗാവ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുക്കാൻ പോണത്. ഇതൊരു ലേഖാണ്. ലേഖ് എന്ന് പറഞ്ഞത് ഒരു ആർട്ടിക്കലാണ്, ഒരു കുറിപ്പാണ്. ബസന്ത് മേരാ ഗാവ് എന്ന് പറഞ്ഞത് ലേഖാണ്, ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. ഇത് എഴുതിയേക്കണത് മുകേഷ് നൗട്ടീലിയ ആണ് എഴുതിയേക്കുന്നത്. ലേഖക്കാണ് മുകേഷ് നൗട്ടീലിയ. ആള് ഉത്തരാഖണ്ഡിന്റെ ഹിമാലയയുടെ അടുത്തുള്ള ഉത്തരാഖണ്ഡിന്റെ പറ്റിയിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യണ ഫുൽദേഹിയുടെ ഫെസ്റ്റിവലിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഉത്തരാഖണ്ഡില് ഹിമാലയത്തിന്റെ അടുത്ത് ഉത്തരാഖണ്ഡിൽ ഉള്ള ഒരു ഫെസ്റ്റിവലാണ് ഫുൽദേഹി. അത് കുട്ടികളുടെ ഫെസ്റ്റിവലാണ്. അതിനെ പറ്റിയിട്ടും അവിടെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംഭവത്തിനെ പറ്റിയിട്ടാണ് ഒരു ലേഖ്, ഒരു ആർട്ടിക്കൽ മുകേഷ് നൗട്ടീലിയ എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് പോകാം. मकर संक्रांति के बाद सूरज पंचोली के शिखरों से चौकंबा पर्वत की तरफ खिसकना शुरू कर देता है. मकर संक्रांति के बाद, മകർ സംക്രാന്തി കഴിഞ്ഞതിന് ശേഷം സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ, പഞ്ചൂലി എന്ന് വെച്ചാൽ 5 മലകളുള്ള കൊടുമുടിയുള്ള 5 കൊടുമുടിയുള്ള പർവ്വതത്തിനാണ് പഞ്ചൂലി എന്ന് പറയുന്നത്. കെ ഷിക്കറോ മീൻസ് പീക്ക്, കൊടുമുടികൾ. के पंचोली के शिखरों से चौकंबा पर्वत, चौकंबा എന്ന് പറയുന്നത് പർവ്വതത്തിന്റെ പേരാണ്, മൗണ്ടന്റെ പേരാണ്. ചൗക്കംബ पर्वत की तरफ खिसकने शुरू कर देता है. खिसकने शुरू कर देता है എന്ന് പറഞ്ഞാൽ നീങ്ങാൻ തുടങ്ങും. खिसकने शुरू कर देता है, നീങ്ങാൻ തുടങ്ങും. मकर संक्रांति के बाद सूरज पंचोली के शिखरों से चौकंबा पर्वत की तरफ खिसकने शुरू कर देता है. മകർ സംക്രാന്തി കഴിഞ്ഞതിന് ശേഷം സൂരജ് പഞ്ചോലി ശിഖരയിൽ നിന്ന് കൊടുമുടികൾ നിന്നിട്ട് 5 കൊടുമുടികൾ ഉണ്ട്, അതാണ് പഞ്ചോലി എന്ന് പറയുന്നത്. ആ കൊടുമുടികൾ നിന്നിട്ട് ചൗക്കംബ പർവ്വതത്തിന്റെ അവിടേക്ക് നീങ്ങാൻ തുടങ്ങും. സൂര്യൻ അവിടുന്ന് നീങ്ങാൻ തുടങ്ങും. दादी कहती थी कि जेठ तक सूरज का सुबह बालिशा भर उछाल मारता है. दादी कहती थी, ദാദി എന്ന് പറയുന്നത് മുത്തശ്ശി പറയാറുണ്ട്. ജേട്ട് എന്ന് പറയുന്നത് മാസമാണ്. ഇപ്പൊ മലയാളം മാസത്തും പറയണ മാതിരി അതും ഹിന്ദി മാസമാണ്. ജേട്ട് എന്ന് പറയുന്നത് ഏകദേശം മെയ് കാലഘട്ടമാണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ സൂരജ് സൂര്യൻ എല്ലാ ദിവസം ഹർ സുബ ബലിഷത് പർ ഛലാങ് മാർത്താ. ബലിഷത്ത് എന്ന് പറയുന്നത് ഒരു അളവാണ്. ഒരു ചള നീളം ചാടും. ഛലാങ് എന്ന് വെച്ചാൽ ചാടും. അവിടേക്ക് ചാടി പോകുമെന്നാണ് ഇവിടെ പണ്ട് കാലത്ത് മുത്തശ്ശികൾ പറഞ്ഞിരുന്നത്. पंचोली से चौकंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. പഞ്ചോലി തൊട്ട് ചൗക്കമ്പ, പഞ്ചോലി പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് ചൗക്കമ്പ പർവ്വതം വരെ എത്തണമെങ്കിൽ ഈ സൂര്യന് പൂരെ 4 മഹിനെ, മുഴുവനും 4 മാസത്തിന്റെ സമയമാണ് സൂര്യന് വേണ്ടത്. പഞ്ചോലി പർവ്വതത്തിൽ നിന്ന് ചൗക്കമ്പ പർവ്വതം വരെ എത്താൻ വേണ്ടി സൂര്യന് 4 മാസത്തിന്റെ സമയമാണ് വേണ്ടത്. पंचोली की 5 बर्फीली चोटियों और चौकंबा के 4 शिखरों के एन बीच में जो पहाड़ नजर आ रहा है वह नंदा पर्वत है. പഞ്ചോലിയുടെ 5 ബർഫീനി ചോട്ടിയ എന്ന് പറയുന്നത് ഐസ് നിറഞ്ഞുള്ള കൊടുമുടികൾ. ചോട്ടിയ മീൻസ് കൊടുമുടികൾ, ഐസ് കൊണ്ട് മൂടിക്കെട്ടണ കൊടുമുടികളും. और चौकंबा के 4 शिखरों, ചൗക്കമ്പയുടെ 4 കൊടുമുടികളുടെ ഇടയിൽ നിന്ന് ഏൻ ബീച്ച്, കൃത്യമായിട്ടുള്ള നടുക്ക്. ഏൻ മീൻസ് കൃത്യമായിട്ടുള്ള നടുക്ക്. ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക്. മേജോ പഹാഡ് നജർ ആ റഹാ ഹെ, അതിന്റെ ഇടയിൽ കാണുന്ന പർവ്വതം എന്ന് പറയുന്നത് അത് നന്ദാ പർവ്വതമാണ്. ഇവരുടെ ഇടയിൽ കാണപ്പെടുന്ന പർവ്വതമാണ് നന്ദാ പർവ്വതം എന്ന് പറയുന്നത്. सूरज पंचोली से खिसककर जब नंदा पर्वत तक पहुंचता है तो पहाड़ सूरज पंचोली से खिसककर, सूर्यन पंचोलिയിൽ നിന്ന് നീങ്ങി जब नंदा पर्वत तक पहुंचता है, नंदा पर्वतത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ तो पहाड़ों में फुलमुई के पीले फूल खिलने लगते हैं. ഫ്യൂമൂലി എന്ന് പറയുന്നത് ചെടിയാണ്. അതിന്റെ മഞ്ഞ പൂക്കൾ വിരിയാൻ തുടങ്ങും. तो पहाड़ों में फ्यूमुली के पीले फूल खिलने लगते. പീലെ എന്ന് പറയുന്നത് മഞ്ഞാണ്. ഫ്യൂമുലി എന്ന് പറയുന്നത് ആ ചെടിയുടെ പേരാണ്, അല്ലെങ്കിൽ ആ മരത്തിന്റെ പേരാണ്. അതിൽ മഞ്ഞ പൂക്കൾ വിരിയാൻ തുടങ്ങും.
पहाड़ी ढलानों पर खूबसूरती से कटे सीढ़ी नुमा खेतों में गेहूं की हरियाली के बीच सरसों की पिलाई पसर जाती है. പഹാടി ഡൽനോ മേ മലകളുടെ ഇറക്കത്തിൽ ഡൽനോ എന്ന് പറയുന്നത് ഇറക്കത്തിൽ पर खूबसूरती खूबसूरती मीन्स ഏറ്റവും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയുള്ളത് ഭംഗിയുള്ളത് സേ കട്ടെ സീഡി നൂമ സ്റ്റെപ്പ് കട്ടിംഗ് ഖേത്തി ഖേത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സീഡി നൂമ എന്ന് പറയുന്നത് സ്റ്റെപ്പ് കട്ടിംഗ് ഉള്ള ഖേത്തികൾ നമുക്ക് പർവ്വതത്തിന്റെ അവിടെയൊക്കെ നമുക്ക് എങ്ങനത്തെ കൃഷിയാണ് കാണപ്പെടുക സ്റ്റെപ്പ് കട്ടിംഗ് ഉള്ള കൃഷികൾ നമുക്ക് കാണപ്പെടും അവിടെയും അങ്ങനെ സ്റ്റെപ്പ് കട്ടിംഗ് ഉള്ള കൃഷികൾ ഏറ്റവും ഭംഗി തരുന്നു खेत में गहू की हरियाली गहू എന്ന് പറയുന്നത് വീറ്റ് ഗോതമ്പ് ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഗോതമ്പിന്റെ പച്ചപ്പിന്റെ ഇടയില് के बीच सरसों की पिलाई സർസോ എന്ന് പറയുന്ന കടുകിന്റെ ചെടി അതിന്റെ പിലായി കടുകിൽ എപ്പോഴും മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുക അപ്പൊ ആ പച്ചപ്പിന്റെ ഇടയില് ഗോതമ്പിന്റെ പച്ചപ്പിന്റെ ഇടയില് കടുകിന്റെ മഞ്ഞ പൂക്കൾ പീലി പസർ ജാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പടർന്നു നിൽക്കും ഈ പച്ചപ്പിന്റെ ഇടയില് കടകിന്റെ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക പടർന്നു നിൽക്കുമ്പോ ബസന്ത് ബോറാനെ ലഗ്താ ഹൈ ബസന്ത് പൊട്ടി മുളയ്ക്കുന്നത് കാണാം എല്ലാ സ്ഥലത്തും ബസന്ത് പടർന്നു നിൽക്കണ കാണാം ബസന്ത് എന്ന് പറഞ്ഞത് സ്പ്രിംഗ് കാലഘട്ടമാണ് പൂവിന്റെ കാലഘട്ടമാണ് ബസന്ത് എന്ന് പറയണത് बसंत फूलदेही का त्योहार लेकर आता है बसंत स्प्रिंग കാലഘട്ടം ഫൂൽദേഹി എന്ന് വെച്ചാൽ പൂദേവതയുടെ ഫെസ്റ്റിവൽ ആണ് ത്യോഹാർ എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ആണ് കൊണ്ടുവരുന്നത് അപ്പൊ ബസന്ത് കാലഘട്ടത്തിൽ പൂദേവതയുടെ ഫെസ്റ്റിവൽ ആണ് ആഘോഷിക്കുക ഫൂൽദേഹി പൂദേവത का त्योहार लेकर आता है त्योहार എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ देर शाम तक बच्चे फूल चूनते हैं നേരം വൈകി വരെ നേരം ഈ ഷാം എന്ന് പറയുന്നത് ഈവനിങ് നേരെ ഈ വൈകുന്നേരം വരെ കുട്ടികൾ പൂ പറക്കും इन फूलों को रिंगाल से बनी खास तरह की टोकरियों में रखा जाता है ഈ പൂക്കളിനെ റിംഗാൽ എന്ന് പറഞ്ഞ പ്രത്യേകം ബാസ് എന്ന് പറയുന്നത് ബാസ് की एक प्रजाति എന്ന് പറയുന്നത് റിംഗാലിനെയാണ് പറയുന്നത് ബാസ് की एक प्रजाति ബാസ് എന്ന് പറയുന്നത് മുളയുടെ ഒരു പ്രകാരമുള്ള ചെടി അതായത് അതിന്റെ ഒരു പ്രജാതി ഒരു ജാതിയുള്ള മുള സാധാരണ മുളയല്ല അതൊരു പ്രത്യേക ടൈപ്പുള്ള മുളയാണ് റിംഗാൽ എന്ന് പറയുന്നത് സേ ബനി ഖാസ് ടോക്കറി ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ഒരു കൊട്ട से बनी खास तरह की टोकरियों में रखा जाता है टोकरियों को रात भर पानी में भारी घंघोर के ऊपर रखा जाता है ടോക്കറിയോ എന്ന് വെച്ചാൽ കൊട്ടകളെ രാത്രി മുഴുവനും ഗംഗോർ പാനി സെ ഭരി ഗംഗോർ എന്ന് പറഞ്ഞ കുടം വെള്ളത്തിൽ നിന്ന് നിറഞ്ഞ കുടത്തിന്റെ ഊപ്പർ അതിന്റെ മുകളിൽ രഖാജാത്ത അതിന്റെ മുകളിൽ വെക്കാറുണ്ട് അതായത് റിംഗാൽ എന്ന് പറഞ്ഞ കൊട്ടയില് ഈ പൂക്കൾ മുഴുവനും കളക്ട് ചെയ്തിട്ട് രാത്രി മുഴുവനും ഗംഗോർ എന്ന് പറഞ്ഞ കുടത്തിന്റെ മുകളിൽ വെള്ളം നിറച്ച് കുടത്തിന്റെ മുകളിലാണ് ഇത് വെക്കുന്നത് കാരണം പൂക്കൾ വാടാണ്ടിരിക്കാൻ താക്കി വോ സുബഹ തക് മുർജാ നാ പായേ മുർജ എന്ന് പറയുന്നത് വാടി പോവാണ്ടിരിക്കാൻ താക്കി എന്ന് വെച്ചാൽ അത് കാരണം കാലത്ത് വരെ വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ പ്രകാരം പൂക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് സുബഹ പാവ് ഫട്ടേഹി എന്ന് പറഞ്ഞാൽ നേരം ഉദിക്കും വെളുക്കുമ്പേക്കിനും നമ്മൾ പറയില്ലേ നേരം പരപരാന്ന് വെളുത്തുന്ന് അതേമാതിരി സുബ പാവ് ഫട്ടേഹി നേരം വെളുത്തോടനെ ബച്ചോं की ടോക്കറിയ ഗാവ് ഭർ മേ ഘൂംതി ഹൈ കുട്ടികൾ ആ ടോക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊട്ട എടുത്തിട്ട് ഗ്രാമം മുഴുവനും അവര് നടക്കും ഘൂംതേ ഹൈ നടക്കാറുണ്ട് ചുറ്റാറുണ്ട് ഓരോ സ്ഥലത്തും അവര് ആ പൂക്കൾ എടുത്ത് പോവാറുണ്ട് पिछली शाम चुने गए फूल घरों की दहरियों पर सजा जाते हैं पिछली शाम എന്ന് വെച്ചാൽ ഇന്നലെ ഈവനിംഗിൽ ഇവർ കളക്ട് ചെയ്ത പൂക്കൾ അവർ ഓരോ വീട്ടുകളുടെയും ദഹരിയ എന്ന് പറയുന്നത് വാതുക്കൽ വീടിന്റെ വാതുക്കലില് സജായ ജാത്തേ ഹേ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യും ഈ കുട്ടികൾ വന്നിട്ട് ഇന്നലെ കളക്ട് ചെയ്ത പൂക്കൾ മുഴുവനും ആ ഓരോ വീടുകളുടെയും ഡോറിന്റെ അവിടെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും വാതിലിന്റെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും जिनके घरों में फूल सजाए जाते हैं
वे बच्चों को चावल गुड़ दाल आदि देते हैं. ആരുടെയൊക്കെ വീട്ടിലാണ് ഈ പൂക്കൾ കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്, ആ ആൾക്കാർ, ആ വീട്ടുകാർ ദക്ഷിണയുടെ രൂപത്തിൽ അരിയും പരിപ്പും ഗുഡ് എന്ന് പറയുന്നത് ശർക്കരയും അവർക്ക് എക്സെട്രയും ആദി എന്ന് പറയുന്നത് എക്സെട്ര അവർക്ക് ദക്ഷിണയായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കും. दक्षिणा में मिली यह सामग्री पूरे 21 दिन तक इकट्ठा की जाती है. ദക്ഷിണയിൽ കിട്ടിയ ഈ സാമഗ്രികൾ, ഈ സാധനങ്ങൾ 21 दिन 21 ദിവസം ഇത് കളക്ട് ചെയ്യും. फूलदेही की विदाई के साथ बसंत का यह उत्सव समाप्त हो जाता है. ഫൂൽദേഹി की വിദായി, വിദായി എന്ന് വെച്ചാൽ വിട പറയുക. ഈ ഫൂൽദേഹിയുടെ കാലഘട്ടം കഴിയുമ്പോഴേക്കും के साथ बसंत का यह उत्सव समाप्त हो जाता है. ബസന്തിന്റെ ഈ ഫെസ്റ്റിവൽ, ഈ ഉത്സവം അവിടെ കഴിയാണ് ചെയ്യുന്നത്. ഈ ബസന്തിന്റെ ഫൂൽദേഹിക്ക് വിദായി, ഫൂൽദേഹിയുടെ വിട പറയുന്നതോടെ കൂടി ബസന്തിന്റെ സ്പ്രിംഗ് കാലഘട്ടത്തിന്റെ ഈ ഫെസ്റ്റിവൽ, ഈ ഉത്സവം അവിടെ കഴിയാണ് ചെയ്യുന്നത്. समाप्त हो जाता है. अंतिम दिन इकट्ठे की गई सामग्री से सामूहिक भोज बनाया जाता है. അന്തിം ദിൻ ഏറ്റവും ലാസ്റ്റ് ദിവസം ഈ ഇക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഖരിച്ച സാധനങ്ങളോണ്ട് ഇവരെ സാമൂഹിക് ഭോജ്, സാമൂഹിക് സദ്യ ഒരുക്കും. ഭോജ് ബനായ ജാത്ത ഹൈ, സദ്യ ഒരുക്കും. इस आयोजन में बड़ों की भूमिका केवल सलाह देने तक ही सीमित होती है. ഈ ആയോജനം, ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിനകത്ത് വലിയോന്റെ റോൾ, ഭൂമിക എന്ന് പറയുന്നത് റോൾ എന്ന് പറയുന്നത് ഇവർക്ക് അഡ്വൈസ് കൊടുക്കല്, അതായത് സലാഹ് എന്ന് പറയുന്നത് അഭിപ്രായം പറയല് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്നുള്ള അഭിപ്രായം മാത്രമേ വലിയൊരു പറയുള്ളൂ. ഈ ഫെസ്റ്റിവൽ മുഴുവനും ആഘോഷിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും കുട്ടികളായിരിക്കും. സലാഹ ദേനെ തക്ക് സീമിത് ഹോത്തി ഹൈ, അവിടം വരെ അവർക്ക് പറയാനുള്ള അവകാശമുള്ളൂ. ബാക്കി സാരേ കാം ബച്ചേ കർത്തേ ഹൈ, ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ചെയ്യുന്നത്. उत्तराखंड के हिमालयी आंचल में फूलदेही से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. ഉത്തരാഖണ്ഡില് ഹിമാലയ എന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ ആച്ചൽ, ഉത്തരാഖണ്ഡിലെ പ്രദേശങ്ങളിൽ ഫൂൽദേഹിയെക്കാട്ടിലും വലിയ ഫെസ്റ്റിവൽ, കുട്ടികളുടെ ഫെസ്റ്റിവൽ ഒന്നും ഇവിടെ ഇല്ല. ദൂസറ त्योहार नहीं है, വേറെ ഒരു ഫെസ്റ്റിവലും ഇവിടെ ഇല്ല. उधर बच्चे फूलदेही के जश्न में शामिल होते हैं. അവിടെ കുട്ടികൾ ഫൂൽദേഹിയുടെ ജശ്ൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലൊക്കെ അവർ പങ്കുകൊള്ളും. ഉദർ ബച്ചെ ഫൂൽദേഹി കെ ജശ്ൻ മേ ഷാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കുകൊള്ളുക, ജശ്ൻ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലൊക്കെ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. और इधर बड़े ढोल ढमाका की थाप पर चैती गीत गाते हैं. ഇവിടെ വലിയോർ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, ഒരു ഭാഗത്ത് കുട്ടികൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു ഭാഗത്ത് വലിയോർ എന്താ ചെയ്യുക, ഡോൾ ധമാക്ക എന്ന് പറയുന്നത് ചെണ്ടവാദ്യങ്ങൾ കൊട്ടിക്കൊണ്ട് ചേത്തി ഗീത് ഗാത്തെ. ചേത്തി ഗീത് എന്ന് പറയുന്നത് നാടൻ പാട്ടുകൾ പാടും. കൊട്ടും ചെണ്ടയും വാദ്യം ഉപയോഗിച്ചിട്ട് അവര് നാടൻ പാട്ടുകൾ പാടും. इन गीतों में पांडव की हिमालय यात्रा के किस्से होते हैं. ഈ പാട്ടുകളിലൊക്കെ പാണ്ഡവന്മാർ ഹിമാലയത്തിൽ ചെയ്ത യാത്രകളുടെ പറ്റിയിട്ടാണ്, അതിന്റെ ഇൻസിഡന്റ് പറ്റിയിട്ടാണ് ഇവര് ഈ നാടൻ പാട്ടുകളിൽ പാടി കേൾപ്പിക്കാറുള്ളത്. परंपरागत रूप से चेती गीत गाने वाले ഔജി. പരമ്പരാഗത് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ഈ പാട്ടുകൾ പാടുന്നത് ഔജിമാരാണ്. जब गांव में धमकते हैं तो वहाँ भीड़ जम जाती है. गांव में धमकते എന്ന് വെച്ചാൽ ഗാവ്, ഇവര് വന്നിട്ട് ഈ ചേത്തി പാട്ട് പാടാൻ തുടങ്ങുമ്പോ ചാടി തുള്ളി പാടുമ്പോ അവിടെ ഒരു കൂട്ടം ആൾക്കാർ, ഭീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്ന് കൂടും, ഇവരുടെ ഡാൻസും ഇവരുടെ പാട്ടും കാണാൻ വേണ്ടിയിട്ട്. ഭീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടം. ജം ജാത്തിയെ എന്ന് വെച്ചാൽ വന്ന് എല്ലാരും കൂട്ടം കൂടി അവിടെ നിൽക്കും. ബസന്ത് മേ സംഗീത് കെ സുർ ഗൂൽ ജാത്തെ ഹൈ. സ്പ്രിംഗ് കാലഘട്ടത്തിൽ ഈ സംഗീതത്തിന്റെ സുരം അവിടെ മുഴുവനും പടർന്ന് നിൽക്കും. ഇത്രയും വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ബാക്കി ക്ലാസ് അടുത്ത ദിവസം എടുക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.